ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ നേരെ ആരെങ്കിലും വഴക്കിന് വന്നാ പ്രതാപേട്ടൻ ശരിക്കും അവരെ കൈകാര്യം ചെയ്യോ? അതിനെന്താ എത്ര സംശയം? പത്മയുടെ നേരെ ആര് വഴക്കിന് വന്നാലും ഞാൻ അവരെ നേരിടും. ഇദ്ദേഹത്തെ കണ്ടറിയാം ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നാ വിളിക്കുന്നേന്ന്. എന്താ സംസാരിക്കാനുള്ളത്? ഞാൻ ഊർമിളയുടെ അച്ഛനാണെന്നുള്ള കാര്യം അറിയാലോ. അറിയാം. ഒന്ന് മാറി നിക്കടാ ഗുണ്ടകളെ. നിങ്ങളുടെ ആവശ്യം ഇക്കാര്യത്തിലില്ല. ഞാൻ പറയുന്നത് ഈ കൊച്ചു മര്യാദയ്ക്ക് നിന്ന് കേൾക്കും. ഓ, ഗുണ്ടകളാ പ്രതാപ? ഇവര് ഗുണ്ടകളാണെന്ന്. അത് പിന്നെ ഇവരെ കണ്ടറിഞ്ഞൂടെ വേണോട്ടാ? ഒന്നാം തരം ഗുണ്ടകളാ. പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയാം. പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല, ഇപ്പൊ നടക്കാൻ പോകുന്ന ഡാൻസ് മത്സരത്തിൽ എന്റെ മോള് ഊർമിള ജയിക്കണം. ഓ, അവള് ജയിച്ചോട്ടെ, അതിന് ഞാനിപ്പോ എന്ത് വേണം? അല്ല, അവള് ജയിക്കണമെങ്കിൽ പത്മ കൊച്ച് തോറ്റു കൊടുക്കണം. ഞാൻ മത്സരിക്കുന്നതേ ജയിക്കാനാ. ഞാൻ ജയിക്ക തന്നെ ചെയ്യും. ഓ, പിന്നെ ഞാൻ തോറ്റു കൊടുത്തിട്ട് അവൾ അങ്ങനെ ജയിക്കണ്ട. സൂര്യമംഗലത്തെ മഹാദേവ വർമ്മയുടെ അത്രയും പണക്കൊഴുപ്പില്ലെങ്കിലും പാട്ടുപുരയ്ക്കൽ കർത്താവ് അത്ര മോശമൊന്നുമല്ല. അതിന് ഞാൻ എന്ത് വേണം ഈശോയെ? ഓ അല്ല, കർത്താവേ. ദേവോച്ചേ, ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കി നീ ദുഃഖിക്കേണ്ടി വരും. ഒന്ന് പോടോ. ഉയർത്തിയ കൈ താഴറോ. കൈ താഴ്ത്താൻ. ഇപ്പോ കൈ ഉയർത്തിയത് തന്റെ പ്രായത്തെ ഓർത്ത് ഞാൻ വിട്ടിരിക്കുന്നു. മേലാൽ തന്റെ കൈ സൂര്യമംഗലത്തെ കുട്ടിയുടെ നേർക്ക് ഉയർന്നാൽ തന്റെ കൈ മാത്രമല്ല വെട്ടിമാറ്റാൻ പോകുന്നത്, തന്റെ തല കൂടി ഞാനിങ്ങ് വെട്ടിയെടുക്കും. പറഞ്ഞേക്കാം. എടോ, പ്രതാപൻ പറഞ്ഞ പോലെ ചെയ്യും. മാത്രമല്ല, ഈ കൂട്ടുകാരൻ ചോദിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഉണ്ട്. ഒന്നും മാറോടുന്നു. നിനക്കൊക്കെ പോയി തൊഴിലെടുത്ത് ജീവിച്ചൂടെ? യവന്മാരുടെയൊക്കെ പുറകെ നടന്ന് എന്തിനാ വെറുതെ നാണം കിടന്നേ? താൻ പാട്ടുപുരയ്ക്കൽ കർത്താവല്ല, ഇനി ഊട്ടുപുരയ്ക്കൽ തങ്കമ്മയുടെ ഭർത്താവായാലും ഞങ്ങൾക്കൊരു കോപ്പുമില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. സൂര്യമംഗലത്ത് ഈ കുട്ടിയുടെ മുമ്പിൽ ഒരു വിലങ്ങ് തടിയെ താൻ എപ്പോഴെങ്കിലും വന്നു നിന്ന പിന്നെ പാട്ടുപുരയ്ക്കൽ തറവാടുമില്ല, താനുമില്ല. കത്തിച്ചു കളയും ഞാൻ. പത്മ വണ്ടിക്കരും. വണ്ടി എടുക്ക വേണോട്ടാ.
ഈ പ്രതാപേട്ടന് എന്നോട് എന്തൊരു സ്നേഹോ. ഞാനെന്ന് വെച്ചാ ഏട്ടന് ജീവനാ. പക്ഷേ ഞാനിത് നേരത്തെ തിരിച്ചറിയേണ്ടിയിരുന്നില്ല ഈശ്വര. എന്താ പത്മ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല പ്രതാപേട്ട. പ്രതാപേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചോദിച്ചോ. ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഞാൻ തയ്യാറാ. പത്മാവതി കുഞ്ഞിന് പ്രതാപനോട് പരമപുച്ഛായിരുന്നു. വളരെ പെട്ടെന്നാണല്ലോ ഈ മാറ്റം. എന്താണിത്? എന്റെ നേരെ ആരെങ്കിലും വഴക്കിന് വന്നാ പ്രതാപേട്ടൻ ശരിക്കും അവരെ കൈകാര്യം ചെയ്യോ? അതിനെന്താ എത്ര സംശയം? പത്മയുടെ നേരെ ആര് വഴക്കിന് വന്നാലും ഞാൻ അവരെ നേരിടും. പത്മയുടെ ശരീരത്തിൽ ഒരു തരി മണ്ണ് നുള്ളിടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അതിന് ഒരു കാരണമുണ്ട്. ഞാൻ ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും മഹാദേവ വർമ്മ സാറിനെയാണ്. സാറിന്റെ മകളെന്ന് വെച്ചാ അതിലൊരു സംശയവും വേണ്ട. എനിക്കൊരു ദേവതയെ പോലെയാ. രാഗമാലിക കൾച്ചറൽ നൃത്തവിദ്യാലയത്തിന്റെയും ആർട്ട് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഡാൻസ് കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും രാഗമാലികയിലേക്ക് സ്വാഗതം. പ്രതിഭയുടെ തിളക്കവും സർഗസിദ്ധികളുമുള്ള കലാകാരികളാണ് ഇന്ന് ഈ മത്സരവേദിയിൽ മാറ്റുരയ്ക്കാൻ കാൽച്ചിലങ്കകൾ അണിയുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നൃത്ത മത്സരം ആരംഭിക്കുകയാണ്. കണ്ടില്ലേ അയാളുടെ ഭാര്യ കയറി വരുമ്പോഴുള്ള ബഹുമാനം. എന്നോടും എന്റെ ഭാര്യയോടും ഈ ബഹുമാനം ഈ നാട്ടുകാർ കൊണ്ടോണം. നമുക്ക് ഈ നാട്ടുകാർ പിടിച്ച് 4 ഇടി കൊടുത്താലോ? പിന്നെ നീ എങ്ങോട്ട് ഒലത്തും പോടാ പോടാ.